പ്രതി എന്ന് പറയപ്പെടുന്ന ഈ മൊയ്തു എന്ന് പറഞ്ഞ ആൾ അവരുടെ പാർട്ടിക്കാരനാണ്. ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇവരുടെ പാർട്ടിയുടെ ജാഥ പോകുന്നത് അദ്ദേഹം നോക്കി നിന്നിട്ടുണ്ട്. പല പരിപാടിക്കും അദ്ദേഹം പിരിവ് കൊടുക്കാറുണ്ട്. വ്യക്തമായിട്ടും ഈ ഭരണപക്ഷ അനുകൂല സംഘടനയുടെ ആളാണ് ഈ മൊയ്തു. ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് ഈ വിഷയത്തിൽ നിന്നും പൊതുജനത്തിന്റെയും സമൂഹത്തിന്റെയും നിയമപാലകരുടെയും ഒക്കെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നത്. ശ്രദ്ധ തിരിക്കലൊന്നുമില്ല. ഇത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാണ്. പിന്നെ ഇപ്പൊ ഇതൊന്ന് വഴുതി പോവാൻ വേണ്ടിട്ട് ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ, ഈ സ്ത്രീ പീഡനം നടക്കുമ്പോ അല്ലേ നിങ്ങൾക്ക് ഈ വെപ്രാളും ഈ പുകഴ്ത്തലും ഇതൊക്കെ നടക്കുന്നുള്ളൂ. എത്ര സ്ത്രീ പീഡനം നടന്നു നിങ്ങൾക്ക് അതിന്റെ പിറകെ തന്നെ നിങ്ങൾ ഈ ചാനലുകാർ എന്തിനു ഓടി നടക്കുന്നു? എന്തെല്ലാം കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്, അതൊന്നും നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഈ പുരുഷ പീഡനം നടക്കുന്നില്ലേടാ, എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നില്ല? ഈ നടന്നതെല്ലാം സ്ത്രീ പീഡനങ്ങളാണോ? അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന അത് സ്ത്രീ പീഡനങ്ങളല്ലാത്ത പലതും ഉണ്ട്. പിന്നെ അല്ലാതെ എന്താണെന്ന് അതിന്റെ ഇടയിൽ പലതും നടക്കുന്നുണ്ട്. എന്ത് നടക്കുന്നു? പീഡനങ്ങളല്ലാതെ നടന്നിട്ടുണ്ട് പലതും. അവസാനം കേസ് പറയട്ടെ, എന്നെ പറയാൻ അനുവദിക്കൂ. എന്റെ സമയം ഞാൻ പറയട്ടെ. പുരുഷ പീഡനം എത്രയോ നടക്കുന്നുണ്ട്. എന്റെ അനുഭവത്തിൽ നടന്നിട്ടുണ്ട്. എന്താ സ്ത്രീകളെല്ലാം നല്ലവരാണോ എന്ന് എനിക്ക് അഭിപ്രായമില്ല. സ്ത്രീകളിലും മോശപ്പെട്ടവരായിട്ടുള്ള ആളുകളുണ്ട്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് തോന്നിയാസം പറയാനുള്ള സ്ഥലമല്ല ഇത്. തോന്നിയാസല്ല, എന്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. സ്ത്രീകളെ അങ്ങനെ മോശമായി ചിത്രീകരിക്കാൻ പറ്റില്ല. മോശമായി ചിത്രീകരിച്ചില്ല. അല്ല, അതല്ല, അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോ സ്ത്രീ പീഡനത്തെ കുറിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ പുരുഷ പീഡനം രാഘവൻ സാറ് പറഞ്ഞതിൽ അർത്ഥമില്ല. ഇപ്പൊ രാഘവേട്ടന്റെ ഭാര്യ പീഡിപ്പിക്കുന്നുണ്ടാവും. അതിപ്പോ എല്ലാവർക്കും എല്ലാം സഹിക്കാൻ കഴിയണമെന്നില്ല. കുളിക്കാതെ മുടിവെട്ടാതെ വൃത്തിയില്ലാതെ നടക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനെ പീഡിപ്പിച്ചു പോകും. അത് എല്ലാ പുരുഷന്മാരുടെയും അവസ്ഥയാണെന്ന് നമുക്ക് വർത്തിക്കാൻ കഴിയില്ല. തീർക്കട്ടെ, ഞാൻ പറഞ്ഞു വരട്ടെ. ഭരണപക്ഷം ചെയ്യുന്നത് എന്താണ് പറയുന്നത്? ഇതിന്റെ ഉത്തരവാദിത്തം ഒന്നും പറ്റില്ല. ഒരു നിമിഷം. മറിമായം